ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം പരിശുദ്ധാത്മാവ് വീണ്ടും വടക്കേ ഇന്ത്യയിൽ നിന്നും ദൈവനാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുവാൻ സമയം അനുവദിച്ച് നൽകിയ ദൈവകൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വേദഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിച്ചല്ലോ. ഇതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നവോമിക്ക് തൻ്റെ ഭർത്താവായ എലീമേലെക്കിൻ്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവന് ബോവസ് എന്നു പേർ. എന്നാൽ മോവാബി സ്ത്രീയായ റൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്നു പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിൻ്റെ വയലിൽ ആയിരുന്നു ചെന്നത്. അപ്പോൾ ഇതാ ബോവസ് ബേത്ലഹേമിൽ നിന്നും വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോട് പറഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാളി ആയിരുന്ന ഭൃത്യനോട്, ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളിയായ ഭൃത്യൻ, ഇവൾ മോവാബ്യ ദേശത്തു നിന്നും നവോമിയോടുകൂടെ വന്ന മോവാബ്യ യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്തു വന്നു ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്നുത്തരം പറഞ്ഞു. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്നു കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ കൊയ്തുകൊള്ളുക. ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരിവെച്ചതിൽ നിന്നും കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, ബോവസ് വളരെയധികം നല്ല മനസ്ഥിതിയുള്ള ഒരു മനുഷ്യൻ, താൻ ഇതുവരെയും കാണാത്ത ആ യുവതിയോട് വളരെ ദയയോടെ പെരുമാറുന്ന ബോവസ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തിയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. വളരെ ദയാലുവായ ഒരു ബോവസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. യഥാർത്ഥമായും ദൈവത്തെ പിൻപറ്റുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, അതുപോലെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു റൂത്തിൻ്റെ നല്ല പ്രവൃത്തി. ബോവസ് അവളോട് ദയ കാണിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ബോവസിൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ പ്രേരണ ചെലുത്തുവാൻ ഇടയെ തീർന്നു. ബോവസ് നല്ലവനായ മനുഷ്യൻ്റെ ആ നല്ല വയലിൽ എത്തുവാൻ തക്കവണ്ണം. കാരണം രൂത്തും തൻ്റെ ജീവിതകാലത്ത് അവൾ വളരെ നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ബോവസിലൂടെ അവൾക്ക് ലഭിച്ച സാക്ഷ്യം. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്നു, നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. നാം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ, യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് നാം അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് പൂർണ്ണ പ്രതിഫലം നൽകുന്ന ദൈവമെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതിന് അവൾ, യജമാനെ, ഞാൻ നിൻ്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെ അല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക്
കൃപ തോന്നി എന്ന് പറഞ്ഞു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, വളരെയധികം ദയോടെ തന്നെ ആശ്വസിപ്പിക്കുന്ന, ദാസിമാരിൽ ഒരാൾ അല്ലാതിരുന്ന രൂത്തിനെ ആശ്വസിപ്പിക്കുവാനും ദയയായി സംസാരിക്കുവാനും തക്കവണ്ണം അവന് ബോവസിന് കൃപ തോന്നി. അങ്ങനെയെങ്കിൽ നമ്മുടെ ബോവസായിരിക്കുന്ന യേശുക്രിസ്തു നമ്മോട് കൃപ തോന്നുവാൻ തക്കവണ്ണം, അതുപോലെ നമ്മോട് ദയയായി സംസാരിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ്. തൻ്റെ ജീവിതത്തിൽ അനവിധ കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ റൂത്ത് കടന്നു വന്നു. വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ റൂത്ത് കടന്നു വന്നാൽ ആ അവസ്ഥയിലും തന്നെ ആഴമായി കരുതുവാൻ തക്കവണ്ണം, തന്നെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ഒരു വലിയ ഒരു പ്രതിഫലം എന്ന പോലെ ബോവസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, ഒരു നല്ല ഹോസ്പിറ്റാലിറ്റി ബോവസിൻ്റെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അടുക്കലിരുന്നു. അവൻ അവർക്ക് മലർ കൊടുത്തു, അവൾ തിന്നു. അവൾക്ക് മലർ കൊടുത്തു, നല്ല വറുത്ത മലർ അവൾക്ക് കൊടുക്കുവാനിടയെ തിന്നു. അവൾ തിന്നു തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളുവാനും അവളെ ഉപദ്രവിക്കരുത് എന്ന് ബോവസ് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിറക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്നും വലിച്ചിടേണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. കറ്റകളിൽ നിന്നും വലിച്ചിടുവാനും അവളെ ശകാരിക്കരുതെന്ന് പറയുവാനും ഇടയായിരുന്നു. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം 1 പറ യവമുണ്ടായിരുന്നു. വളരെ കഠിനാധ്വാനിയാണ് രൂത്ത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. വൈകുന്നേരം വരെ ആ പെറുക്കിയതിൽ നിന്നും 1 പറ യവം അവൾക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ വളരെ കഠിനാധ്വാനിയായ ഒരു യുവതിയെ, യൗവനക്കാരിയായ ഒരു വിധവയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. രാവിലെ മുതൽ അല്പം പോലും വിശ്രമിക്കാതെ അല്പസമയം ഒന്നിരുന്ന് അവൾ വൈകുന്നേരം വരെ അവൾ വളരെയധികം ലഭിച്ച് പെറുക്കിയെടുത്ത കറ്റകളെ അവൾ മെതിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അവൾ അത് എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കി വന്നത് അമ്മായിയമ്മ കണ്ടു. താൻ തിന്നു ശേഷിപ്പിച്ചിരിക്കുന്നതും അവൾ എടുത്തു അവൾക്ക് കൊടുത്തു. തിന്ന് ശേഷിപ്പിച്ച മലരും എടുത്തു കൊടുത്തു. അതുപോലെ 1 പറ യവം അവൾ കൊണ്ടുവന്നത് അമ്മായിയമ്മ നവോമി കണ്ടു. നവോമി അവളോട്, നീ ഇന്നു എവിടെയായിരുന്നു പെറുക്കിയത്? എവിടെ ആയിരുന്നു വേല ചെയ്തത്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, വളരെ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, നിന്നോട് ദയ കാണിച്ചവനും അനുഗ്രഹിക്കപ്പെട്ടവൻ. എവിടെയാണ് നീ പിറക്കിയത്? കാരണം ഇത്രയധികം യവൻ ലഭിച്ച അവസ്ഥ, മലരി കൊടുത്ത അവസ്ഥ, താൻ ഇന്ന ആളുടെ അടുക്കലായിരുന്നു വേല ചെയ്തത് എന്ന് അവൾ അമ്മാവി അമ്മയോട് അറിയിച്ചു. ബോവസ് എന്നോട് അവളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്തത് എന്ന് പറഞ്ഞു. നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം നോക്കൂ, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, ജീവനുള്ളവരോടും അതുപോലെ മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ നമ്മുടെ ദൈവം ദയ കാണിക്കുന്ന ദൈവമാണ്. ആ ദയയാൽ നാം അനുഗ്രഹിക്കപ്പെടും. നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും ഒരുത്തനും അവൻ തന്നെ എന്ന് പറയുവാനിടയെത്തുന്നു. നവോമി മരുമകളോട് പറയുവാനിടയെത്തുന്നു, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, അടുത്ത ചാർച്ചക്കാരിൽ ഒരാൾ ഈ വ്യക്തി എന്ന് പറയാനിടയെത്തുന്നു. എൻ്റെ ബാല്യക്കാർ കൊയ്തതെല്ലാം തീർക്കുവോളം അവരോട് ചേർന്നിരിക്കുക എന്നുകൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് മോവാബി സ്ത്രീയായ റൂത്ത് പറഞ്ഞു. മോവാബി സ്ത്രീയായ റൂത്ത് പറയുകയാണ്, ഇവൾ എന്നോടുകൂടെ ചേർന്നിരിക്കുവാൻ, അവളോടുകൂടെ ചേർന്ന് കൊയ്ത്തുകാരോടുകൂടി എല്ലാം ചേർന്നിരിക്കുവാൻ തക്കവണ്ണം മോവാബി സ്ത്രീ ആയിരിക്കുന്ന റൂത്തിനോട് ബോവസ് പറയുവാനിടയെത്തുന്നു. അവളെ വളരെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ. നാം ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വയലിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. നവോമി തൻ്റെ മരുമകളായ റൂത്തിനോട്, മകളെ വേറൊരു വയലിൽ വച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവൻ്റെ ബാല്യക്കാരത്തികളോട്
തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. നവോമിയും അവൾക്ക് ഉപദേശം കൊടുത്തു, ബോവസും കൊടുത്തു. ഉപദേശം ഒന്ന് തന്നെയായിരുന്നു, ബോവസിൻ്റെ വയലിൽ തന്നെ അധ്വാനിക്കാൻ. അങ്ങനെ അവൾ യവ കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവസിൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്നിരിക്കുകയും അമ്മയോടുകൂടെ പാർക്കുകയും ചെയ്തു. നമുക്കവിടെ കാണാൻ സാധിക്കുന്നു ഈ അധ്യായത്തിൽ അവൾ അമ്മയോടുകൂടെ ചേർന്നിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ യവ കൊയ്ത്ത് തീരുന്നത് വരെയും അവരോട് ചേർന്ന് അധ്വാനിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ 3-ാം അധ്യായത്തിൽ നിന്ന് വരുമ്പോൾ അനന്തരം അവളുടെ അമ്മയായ നൊവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായി ഇരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥാനം അന്വേഷിക്കേണ്ടയോ. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു തീരുമാനങ്ങൾ. ആ തീരുമാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ബോവസ് എടുത്ത തീരുമാനം. അവിടെ ഇരിക്കുന്നതായ കൊയ്ത്തുകാരികളോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ ബോവസ് പറഞ്ഞ കൊയ്ത്തുകാരന്മാരോട് കൂടെയല്ല, കൊയ്ത്തുകാരികളോടുകൂടെ. കാരണം ഒരു യൗവനക്കാരിയെ വിധവയ്ക്ക് ചേർന്ന് നിൽക്കുവാൻ പറ്റുന്നതായ സ്ത്രീജനം. അങ്ങനെ എന്താ പറയുക, വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു ബോവസ് എടുത്ത ആ ശരിയായ തീരുമാനം. അതുപോലെ റൂത്ത് ദൈവത്താൽ നയിക്കപ്പെട്ടതുകൊണ്ട് റൂത്തും ശരിയായ വേലസ്ഥലത്തെത്തുവാൻ ഇടയിൽ തീർന്നു. 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു റൂത്തിന് വേണ്ടി തൻ്റെ അമ്മയായിരിക്കുന്ന നവോമി ഒരു വിശ്രമസ്ഥാനം അന്വേഷിക്കുന്നു. നീ ചേർന്നിരിക്കുന്ന ബാല്യക്കാരത്തികളുടെ യജമാനനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരൻ അല്ലയോ? അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം തൂറ്റുന്നു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു യവം മെതിക്കുന്ന ഒരവസ്ഥ. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്ന് കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. കുറച്ച് ഇൻസ്ട്രക്ഷൻ, നമ്മുടെ പരിശുദ്ധാത്മ പറയുന്ന അതേ ഇൻസ്ട്രക്ഷൻസ്, അതേ കാര്യങ്ങൾ നാം യഥാർത്ഥമായിട്ട് ഫോളോ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും നിരാശപ്പെടുവാൻ ഇടയായിത്തീരും. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ആ യഥാർത്ഥമായി പരിശുദ്ധാത്മ പറയുന്നത് പോലെ നാം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്തു ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. നമ്മളെ കാണുവാൻ സാധിക്കുന്നു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന ഒരു ദൈവം. നാം എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവ് പറയുന്നതായ ആ ഉപദേശങ്ങളെ അനുസരിച്ചു പോകുന്നുവെങ്കിൽ യേശു ക്രിസ്തുവോട് പറയും എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. അതിന് അവൾ, നീ പറയുന്നത് ഒക്കെയും ഞാൻ ചെയ്യാം. പരിശുദ്ധാത്മാവ് എന്ത് നമ്മോട് സംസാരിച്ചാലും, ഇവിടെ നവോമി പറയുന്ന കാര്യമാണ്, നമുക്ക് അറിയാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞാലും അതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ കളത്തിൽ ചെന്നു അമ്മായിയമ്മ കൽപ്പിച്ചതുപോലെ, അല്ലെ നമുക്ക് കാണാൻ സാധിക്കുന്നു പരിശുദ്ധാത്മാവോട് കൽപ്പിക്കുന്നത് പോലെയൊക്കെയും നാം ചെയ്യണം. നമുക്ക് റൂത്ത് അങ്ങനെ ചെയ്തു. ബോവസ് തിന്നു കുടിച്ചു ഹൃദയം തെളിഞ്ഞ ശേഷം യവകൂമ്പാരത്തിൻ്റെ ഒരു വശത്ത് ചെന്ന് കിടന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നു അവൻ വളരെ തൃപ്തനായി സന്തുഷ്ടനായി കിടക്കുന്നു. അവളും പതുക്കെ ചെന്നു അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു. അർദ്ധരാത്രിയിൽ, ബോവസ് നല്ല ഉറക്കമായിരുന്നു, അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു. തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. നീയാരെന്ന് അവൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയൻ്റെ മേൽ ഇടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. അവളുടെ ദൃഢവിശ്വാസമാണ് എൻ്റെ മേൽ പുതപ്പിടുവാൻ തക്കവണ്ണം എൻ്റെ വീണ്ടെടുപ്പുകാരനായിട്ടുള്ള ബോവസിനെ കുറിച്ച് അവൾ പറയുവാനിടയെ തീർന്നു. അതിന് അവൻ പറഞ്ഞത്, മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. പറയുവാനിടയെ തീർന്നു. അവൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതെ ഇരിക്കുകയാൽ ആദ്യത്തേതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നു ലോകത്തിൻ്റെ പുറകാതെ ഓടാതെ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ഓടാതെ, തൻ്റെ ഹൃദയം വഞ്ചിക്കാതെ ദൈവത്തിൽ സ്ഥിരമായി വെക്കുന്ന ഒരു രൂത്തിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദൈവം ഒരു ഇരട്ടി പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ നാം ഈ ലോകത്തോട് ചേർന്ന് നിൽക്കാതെ, ലോകത്തിൻ്റെതായ സുഖം ലോലഭതകളിൽ നിൽക്കാതിരിക്കുമ്പോൾ ദൈവം താൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകുന്ന ദൈവമാണ്. ആകയാൽ മകളെ,
ഭയപ്പെടേണ്ട. നീ ചോദിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്കും എല്ലാവർക്കും അറിയാം. ഒരു ഉത്തമ സ്ത്രീയാണ് റൂത്ത് എന്ന്. കാരണം അവളുടെ ഹൃദയം അചഞ്ചലമാണ്. ദൈവത്തിലുള്ള വിശ്വാസം അചഞ്ചലമെന്ന് എല്ലാവർക്കും അറിയാം. ഉത്തമ സ്ത്രീ എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരൻ. ഇവിടെ കാണുന്നു, ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ ഉറച്ചിരിക്കുമ്പോൾ ലോകത്തിലേക്ക് ചാഞ്ഞു പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ അതേ ഇൻസ്ട്രക്ഷൻസ് നാം അതുപോലെ നാം അനുസരിക്കുന്നുവെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സത്യം തന്നെ എങ്കിലും എന്നെക്കുറിച്ച്, വീണ്ടെടുപ്പുകാരൻ സത്യം തന്നെ എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്നതായ ചോയ്സ്, എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ചോയ്സിൻ്റെ അകത്ത്, തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ദൈവം നമുക്ക് ശരിയായ തിരഞ്ഞെടുപ്പ് നൽകുവാൻ തക്കവണ്ണം ആ തിരഞ്ഞെടുപ്പ് നാം ഓരോ തീരുമാനമെടുക്കുന്നതിന് മുൻപും പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ രാത്രി താമസിക്കുക. നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം. അവൻ നിവർത്തിക്കട്ടെ. വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ യഹോവയാണ് ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിച്ച് തരും. രാവിലെ വരെ കിടന്നു കൊള്ളുക എന്ന് പറഞ്ഞു. നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. നിന്റെ കാര്യം നമ്മെ നോക്കി നടത്തുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു തയ്യാറാണ്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ആരുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന ദൈവസാന്നിധ്യം. അങ്ങനെ അവൾ രാവിലെ വരെ അവൻ്റെ കാൽക്കൽ കിടന്നു. ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നതുകൊണ്ട് ആൾ അറിയാറാകും മുൻപേ അവൾ എഴുന്നേറ്റു. നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്ക എന്ന് അവൻ പറഞ്ഞു. അവൾ അത് പിടിച്ചപ്പോൾ അവൻ 6 ഇടങ്ങഴി യവം അതിൽ അളന്നു കൊടുത്തു. അവൾ പട്ടണത്തിലേക്ക് പോയി. അവൾ അമ്മായിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു. ബോവസ് ചെയ്തതെല്ലാം അവൾ അറിയിച്ചു. അമ്മായിയമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഈ 6 ഇടങ്ങഴി യവവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതെ ഇരിക്ക. ഇന്നു ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായി ഇരിക്കയില്ല എന്ന് പറഞ്ഞു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, വ്യക്തതയോടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യം നാം ദൈവകരത്തിൽ നാം ഒരു കാര്യം ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നാം മിണ്ടാതിരുന്ന് അവൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവാൻ തക്കവണ്ണം. കാരണം ദൈവം ആ കാര്യം തീർത്തുക തന്നെ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനയിലൂടെ നാം കാര്യങ്ങൾ ദൈവത്തെ അർപ്പിച്ചു കഴിയുമ്പോൾ സ്തുതിയോടെ, സ്തോത്രത്തോടെ കാര്യത്തിന് വേണ്ടി നാം വെയിറ്റ് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കാര്യനിർവഹണം ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ ഇതിൻ്റെ അവസാന അധ്യായത്തിൽ, 4-ാം അധ്യായത്തിൽ കാണുമ്പോൾ, എന്നാൽ ബോവസ്, ഇവിടെ രൂത്തിൻ്റെ വിവാഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ബോവസ് പട്ടണവാതിക്കൽ ചെന്നു, അവിടെ ഇരുന്നു. ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു. എടോ, ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ ചെന്നു അവിടെ ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ 10 പേരെ വരുത്തി ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. അവരും ഇരുന്നു. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്തു നിന്നും മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലീമേലെക്കിൻ്റെ വയൽ വിൽക്കുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, എലീമേലെക്കിൻ്റെ വയൽ നവോമി വിൽക്കുന്നത്. ആരാണ് വാങ്ങുന്ന വ്യക്തി എലീമേലെക്കിൻ്റെ മരുമകളായിരിക്കുന്ന റൂത്തിനെ വിവാഹം കഴിക്കണം. അതാണ് യഹൂദ നിയമം. ആകയാൽ നിന്നോട് അതറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിൻ്റെയും മൂപ്പന്മാരുടെ
മാരുടെയും മുൻപാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ദൈവവചനത്തിൻ്റെ നിയമമാണ്. യഹൂദ നിയമപ്രകാരം ഒരു മക്കളില്ലാതെ ഒരു ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെയാണെങ്കിൽ ആ വിധവയെ സഹോദരനോ അടുത്ത ബന്ധുവോ വിവാഹം കഴിക്കണമെന്ന് യഹൂദ നിയമമാണ്. അതിനനുസരിച്ച് അവർക്ക് സ്ഥലമുള്ളത് അത് ഏറ്റെടുക്കുകയും ആ സ്ഥലത്തോടനുബന്ധിച്ച് ആ മരിച്ച വ്യക്തിയുടെ പേരിനെ നിലനിർത്തുവാൻ തക്കവണ്ണം ആ വിധവയെ വിവാഹം കഴിച്ച് അവർക്ക് മക്കളില്ല എങ്കിൽ മക്കൾ ഉൽപ്പാദിപ്പിക്കുക, അത് യഹൂദ നിയമമാണ്. അങ്ങനെ ബോവസ് ആ വ്യക്തിയോട് സംസാരിച്ചു, നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറക. നീ കഴിഞ്ഞിട്ട് ഞാനുമല്ലാതെ വീണ്ടെടുപ്പാൻ ആരും ഇല്ല. അതിന് അവൻ, ഞാൻ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവൻ്റെ അവകാശത്തിന്മേൽ അവൻ്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവൻ്റെ ഭാര്യ മോവാബിയ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. വാങ്ങണം എന്ന് പറയുമ്പോൾ കാണാൻ സാധിക്കുന്നു, വിവാഹം കഴിക്കണം. അതിന് വീണ്ടെടുപ്പുകാരൻ, എനിക്കു അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല, എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക, എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇവിടെ വളരെ കൃത്യമായി ദൈവം ഒരുക്കിയ തക്കതായ ജീവിത സഖിയുമായിട്ടാണ് നമ്മുടെ വിവാഹം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ കാത്തിരിക്കുന്നുവെങ്കിൽ രൂത്ത് കാത്തിരുന്നു, ബോവസ് കാത്തിരുന്നു, ദൈവം അവരെ ഒന്നിപ്പിക്കുന്ന അവസ്ഥ. എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തൻ്റെ ചെരിപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രായേലിൽ ഉറപ്പാക്കുന്ന വിധം. അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. തൻ്റെ ചെരിപ്പൂരി കൊടുത്തു. അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത്, എലീമേലെക്കിന് ഉള്ളതൊക്കെയും അതുപോലെ കില്യോനും മെഹ്ലോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്നു സാക്ഷികളാകുന്നു. അത്രയുമല്ല, മരിച്ചവൻ്റെ പേർ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവൻ്റെ പട്ടണവാതിൽക്കൽ മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവൻ്റെ പേർ അവൻ്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹ്ലോൻ്റെ ഭാര്യ മോവാബിയ സ്ത്രീയായ റൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകും. നമുക്ക് കാണാൻ സാധിക്കുന്നു, മഹ്ലോൻ്റെ ഭാര്യയായ റൂത്തിനെയും വിവാഹം കഴിക്കുവാൻ, അല്ലെങ്കിൽ സ്ഥലങ്ങൾ സ്വന്തമാക്കുവാൻ തക്കവണ്ണം, ഇവിടെയും സ്വന്തമാക്കുവാൻ തക്കവണ്ണം ബോവസ് എടുത്ത തീരുമാനം ഒരു വലിയ തീരുമാനമാണ്. അതിന് പട്ടണവാതിക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇവിടെ ബോവസ് ദൈവവചനത്തിൻ്റെ നിയമപ്രകാരമാണ് തീരുമാനമെടുക്കുന്നത്. അതുപോലെ നവോമി പറഞ്ഞ ഓരോ ഇൻസ്ട്രക്ഷനും അനുസരിച്ചാണ്, ഓരോ കാര്യങ്ങളും അനുസരിച്ച്, ഉപദേശം അനുസരിച്ചാണ് റൂത്ത് മാറുന്നത്, ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഓരോ തീരുമാനങ്ങളും ഓരോ നിയമവും അനുസരിച്ച് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബോവസ് ആകുന്ന സർവശക്തനായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ, നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ തീരുമാനങ്ങൾ അവനെടുത്ത് നമ്മെ മാനിക്കുന്ന ദൈവമാണ്. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും അനുഗ്രഹം ബോവസിന് ലഭിക്കുന്നതാണ്, ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. എഫ്രാത്തയിൽ നീ പ്രബലനും ബേത്ലഹേമിൽ വിസ്തൃതനുമായിരിക്കുക. നമുക്ക് കാണാൻ സാധിക്കുന്നു, വെറും ഒരു ബേത്ലഹേമിൻ്റെയും അല്ലെങ്കിൽ
ഒരു കൊച്ച് എഫ്രാത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് ലോകം മുഴുവനും പ്രശസ്തമായി തീർന്ന റൂത്തും ബോവസും പോലെ പരിശുദ്ധാത്മാവിൻ്റെ നവോമിയുടെ ഉപദേശം കൈക്കൊണ്ടതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ട് അതുപോലെ തൻ്റെ സ്വന്തം തീരുമാനത്തിൽ ലോകത്തിന് അവളുടെ ഹൃദയം ചായ്ക്കാതെ, മറ്റുള്ള ബാലിക്കാരിലേക്ക് ഹൃദയം ചായ്ക്കാതെ, യൗവനക്കാരോ ദരിദ്രരായ ബാലിക്കാരിലേക്ക് ഹൃദയം ചായ്ക്കാതെ ദൈവഹിതത്തിന് വേണ്ടി കാത്തിരുന്ന രൂത്തിനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും നാം ദൈവഹിതം അന്വേഷിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നന്മ പ്രാപിക്കുവാൻ കഴിയുമെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ഈ യുവതിയിൽ നിന്നും യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസിൻ്റെ ഗൃഹം പോലെ ആയിത്തീരട്ടെ. അങ്ങനെ ബോവസ് റൂത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി അവൾ ഒരു മകനെ പ്രസവിച്ചു. എന്നാൽ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ പേർ ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിങ്കൽ പോഷകനും ആയിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു വലിയ സ്നേഹബന്ധം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള അസമ്പൂർണമായ സ്നേഹബന്ധം, രൂത്തിനുള്ള സ്നേഹബന്ധം, അല്ലെങ്കിൽ നാം ഓരോരുത്തരും ആ രൂത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള അഭേദ്യമായ സമ്പൂർണ്ണ ബന്ധത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ നവോമി കുഞ്ഞിനെ എടുത്തു മടിയിൽ കിടത്തി. അവന് ധാത്രിയായി. അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേർ വിളിച്ചു. ഓബേദ് എന്ന് പറഞ്ഞാൽ ആരാധന നടത്തുന്നവൻ അല്ലെങ്കിൽ ആരാധന നയിക്കുന്നവൻ, അങ്ങനെ വിളിക്കുവാനിടയെത്തുന്നു. ദാവീദിൻ്റെ അപ്പനായ ഇശ്ശായിയുടെ അപ്പൻ ഇവൻ തന്നെ. നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇശ്ശായിയുടെ അപ്പനായ ഓബേദ് ഒരു വർഷിപ്പറായി, ദൈവത്തിൻ്റെ വചനപ്രകാരം അതിൻ്റെ അർത്ഥമാണ് ഓബേദ് എന്നുള്ളതിൻ്റെ. അങ്ങനെ ഒരു വർഷിപ്പറായി, ഒരു ആരാധന നയിക്കുന്നവനായി, ആ ഭവനത്തിലേക്ക് ഒരു വലിയ അനുഗ്രഹമായി ദൈവത്തിന് ആരാധന കഴിക്കുന്നവനായി തീരുവാനിടയെ തീർന്നു. ഫേരസിൻ്റെ വംശ പാരമ്പര്യമാവിത്. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാം അമീനാദാബിനെ ജനിപ്പിച്ചു. അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ വലിയ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തീരുമാനമെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്വയമായ തീരുമാനത്തിൽ പെടാതെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ പോകാതെ ഇരുന്നതുകൊണ്ട്, ലോകത്തിലേക്ക് ചായാതിരുന്നതുകൊണ്ട് റൂത്തിൻ്റെ ജീവിതത്തിൽ റൂത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, അതുപോലെ നവോമിയുടെ ഉപദേശങ്ങൾ, പരിശുദ്ധാത്മ നമ്മോട് പറയുന്നതായ ഉപദേശങ്ങൾ നാം അതുപോലെ ചെയ്യുന്നുവെങ്കിൽ രൂത്ത് അതുപോലെ ചെയ്തു. അതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് അവളെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവളുടെ കൂടെ നടക്കുന്ന ഒരവസ്ഥ ഒരുപക്ഷെ അവൾ കാണുന്നില്ല എങ്കിലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ബോവസിൻ്റെ വയലിലെത്തുവാനും, അതായത് ബോവസിൻ്റെ സംരക്ഷണം, കരുതൽ, അല്ലെങ്കിൽ യഥാർത്ഥമായും ദൈവത്തിൻ്റെ സമയം എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാതെ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരുന്ന് അത് പ്രവർത്തിക്കുന്നതായ റൂത്തിനെ നമുക്ക് കാണുവാൻ കഠിനാധ്വാനിയായ, ഒരു പകൽ മുഴുവനും അധ്വാനിച്ചു, ഒരു പറയവൻ ലഭിക്കത്തക്ക രീതിയിൽ അങ്ങനെ കറ്റകളുടെ ഇടയിൽ നിന്നും പെറുക്കുവാനുള്ളൊരു മഹൽ ഭാഗ്യം അവളുടെ ജീവിതത്തിൽ ലഭിക്കാനിടയെ തീർന്നു. അവൾ അധ്വാനിയാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ റൂത്തിനെ പോലെ ലോകത്തോട് ചായാതെ, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിയമങ്ങളെ, തീരുമാനങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശങ്ങളെ അനുസരിച്ചുകൊണ്ട് ബോവസാകുന്ന ക്രിസ്തുവേശുവിൻ്റെ ഹിതം ചെയ്തുകൊണ്ട് അവനോട് പറ്റിച്ചേരുവാൻ, അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്നുള്ള ദൈവവചനം നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ നമ്മെ ഓരോരുത്തരും ദിവസം സഹായിക്കട്ടെ.
സംസാരിക്കട്ടെ. നമ്മുടെ കണ്ണുകളിൽ ഒരു നിമിഷം അടയ്ക്കാം. റീഖാനപരഗതകല ജനപരഗതകല അടിയങ്ങളോട് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവി, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവെ, റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും പരിശുദ്ധാത്മ ഞങ്ങളെ പഠിപ്പിച്ച നല്ല കർത്താവെ വചനഭാഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. റൂത്തിനെ പോലെ ലോകത്തോട് അനുരൂപപ്പെടാതെ കർത്താവെ ക്രിസ്തുവിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പരിശുദ്ധാത്മാവിനോട് പറ്റിച്ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നവരായിരിക്കാൻ ദൈവമേ കർത്താവെ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വയലിൽ കർത്താവിൻ്റെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അന്ത്യകാലത്ത് കർത്താവ് ഞങ്ങളുടെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടികളായി കർത്താവെ അനേകർ റൂത്തിനെ പോലെ ഒരുങ്ങുവാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടികളായി കർത്താവെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ഓരോ കർത്താവെ ഹല്ലേലൂയ അമേൻ ഉപദേശത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. തിരുനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മേ ദി ലോർഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.